ഇന്നൊരു പാസ്ത റെസിപ്പി ചെയ്യാമെന്ന് കരുതിയേ. അപ്പോൾ ഇന്ന് ജാനിമോൾക്ക് ചുമയായതുകൊണ്ട് ജാനിമോൾ സ്കൂളിൽ പോയില്ല. അപ്പോൾ തക്കുട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിമോൾ എത്തിയേ. ജാനിമോൾ വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പാസ്ത ഉണ്ടാക്കാമെന്ന് കരുതി. അതാകുമ്പോൾ തക്കുട് വരുമ്പോൾ തക്കുടിനും കൊടുക്കാമല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കും എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു അരമുറി മുളകേ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മിൽമയുടെ ഒരു പീസ് ബട്ടർ എടുത്ത് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് പച്ചക്കറി എല്ലാം ഇട്ടു. അപ്പോൾ ഒരു ക്യാപ്സിക്കം ഇടുവാണ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ തക്കുടൂന് ക്യാപ്സിക്കം കടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ക്യാപ്സിക്കം ഇട്ടില്ലേ. പിന്നെ ഓരോന്നോരോന്നിട്ടിട്ട് ചെയ്യണതാണ് നല്ലത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച പാസ്ത ഇട്ടിട്ട് പാസ്ത സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത്രയുള്ള പരിപാടി. അപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യം ജാനിമോൾക്കാട്ടോ കൊടുത്തത്. അപ്പോൾ ജാനിമോൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ജാനിമോളുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലായിട്ട് ആൾക്ക് ഇഷ്ടമായി എന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ അങ്ങനെ സോസൊന്നും ഇഷ്ടമല്ലെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇഷ്ടമായി എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോൾ തക്കുട് വന്നു. തക്കുട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് തക്കുടിന് കൊടുത്തപ്പം തക്കുടിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത തക്കുടിന് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും എന്നാ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് അവർ കഴിച്ച് കഴിഞ്ഞപ്പം ഞാനൊരു സാരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തക്കുടൂന് എന്തെങ്കിലും തയ്ക്കാമെന്ന് ഓർത്ത്. എന്നാൽ പിന്നെ അത് തയ്ക്കാമെന്ന് കരുതി ഞാനതെടുത്ത് അപ്പോൾ അത് വെട്ടി വെക്കാമെന്ന് കരുതിയേ. അപ്പോൾ വെട്ടി വെച്ചിട്ട് നാളെ തയ്ച്ചിട്ട് ഉള്ള വീഡിയോ നാളെ ഇടാവേ. എങ്ങനെയുണ്ടെന്നപ്പം നാളെ കാണിച്ചു തരാം കേട്ടോ.